ഏവർക്കും വന്ദനം, നമസ്കാരം. ഇന്ന് എൻ്റെ പ്രഭാതം ആരംഭിച്ചത് വളരെ അർത്ഥവത്തായ ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെയാണ്. ഇന്നുവരെ എനിക്ക് സ്വരം കൊണ്ട് തിരിച്ചറിയാൻ കഴിയാതിരുന്ന, എന്നാൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് ആധ്യാത്മിക സംഗമത്തിൽ സക്രിയമായി വളരെ ഔത്സുക്യത്തോടെ പങ്കെടുക്കുന്ന ഒരു സഹോദരി ഫോണിൽ വിളിക്കുകയും ഈ ചാനലിൽ കൂടെ ലഭിക്കുന്ന ആത്മീയമായ അറിവുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തതിനോടൊപ്പം ചില സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ഒരു ചോദ്യത്തെ ആസ്പദമാക്കി അവരുമായി പങ്കിട്ട ചിന്തകളും അല്ലാത്ത ചില ചിന്തകളും നിങ്ങളോട് പങ്കിടുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആ സഹോദരി എന്നോട് ചോദിച്ചത്, ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു, പലവിധമായ വിധത്തിൽ പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, അല്ലാതെ പ്രാർത്ഥിച്ചു, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആത്മനിറവ് പ്രാപിപ്പാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? തീർച്ചയായും നിങ്ങളിൽ അനവധി പേർ ഈ ചോദ്യം ചോദിക്കുവാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തോടെ പ്രതികരിച്ച് ഞാൻ ആ സഹോദരിയോട് പങ്കിട്ട ആശയങ്ങളിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടാകും എന്നതുകൊണ്ടാണ്, ആ സാധ്യത പരിഗണിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അതും ആ സഹോദരിയോട് പറഞ്ഞതാണ്, നിങ്ങൾ ആജീവനാന്തം ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു ആത്മീയ വളർച്ചയും ഉണ്ടാകുകയില്ല, ഒരു നിറവും പ്രാപിക്കുകയില്ല, ആത്മീയമായ ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമെങ്കിൽ, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പിക്കരുത് എന്നും സുദീർഘമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നും, അഥവാ പ്രാർത്ഥിക്കാൻ വളരെ ആത്മാർത്ഥമായ ആഗ്രഹം തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടച്ച രഹസ്യത്തിൽ പിതാവിനോട് നിങ്ങളുടെ ഹൃദയം പകരണം എന്നുള്ള പഠിപ്പീരുകളാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അധികം പ്രാർത്ഥിക്കരുത് എന്ന് വളരെ സ്പഷ്ടമായി നിർബന്ധമായി പറഞ്ഞിരിക്കുന്നത്? ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം നാം ചെറുപ്പം മുതലേ പരിശീലിപ്പിച്ചു വന്ന, അറിഞ്ഞു വന്ന ആ ധാരണ നേരെ മറിച്ചാണ്. എന്തിനും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക, പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രാർത്ഥിക്കുക. എന്നാൽ അതൊരു അപകടമാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ട്? അതിൻ്റെ മർമ്മം വളരെ ലളിതമാണ്. പ്രാർത്ഥന ഒരിക്കലും പ്രവൃത്തിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല, ആകരുത്, അങ്ങനെ പരിഗണിക്കപ്പെടരുത്. യേശു പ്രാർത്ഥിച്ചു, പക്ഷേ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. നാം എന്താണ് ചെയ്യുന്നത്? നന്മ ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഏതാണ്ട് വലിയ സിദ്ധികളുണ്ടാകും എന്ന് നമ്മെ ആരോ പറഞ്ഞ് ധരിപ്പിച്ചു, അല്ല തെറ്റിദ്ധരിപ്പിച്ചു. അതിൽ മാത്രം നാം ആശ്രയിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ആത്മീയമായ വളർച്ചയോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ അനുഭവങ്ങളോ പ്രാപിപ്പാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതം ഒട്ടുമുക്കാലും നാം പാഴായി കളഞ്ഞു. ഈ ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഈ തിരിച്ചറിവിൻ്റെ അവസ്ഥയാണ് യേശു ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന ആശയത്തിൽ ഭാഗ്യവചനങ്ങളുടെ ആദ്യ ഭാഗത്ത് കുറിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഞാൻ ആ ആശയത്തെ ആസ്പദമാക്കി മറ്റൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആശയത്തെ ഇപ്പോൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല, ഒരു സൂചന മാത്രം നൽകുന്നു. അപ്പോൾ പ്രവൃത്തിക്ക് പകരം വെക്കാനല്ല പ്രാർത്ഥന. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒന്നായിത്തീരണം.
അതുമാത്രമാണ് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥന എന്നതാണ് യേശുവിൻ്റെ ജീവിതവും വ്യക്തിത്വവും നാം പരിശോധിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്നത്. ഇനിയും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നാം പഴയ നിയമത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് പ്രയോജനപ്പെടും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം അതിമനോഹരമായ ഒരു പ്രതീകം അതിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അത് ആധ്യാത്മിക ജീവിതം എന്തായിരിക്കണം, അതിൻ്റെ തനതായ സ്വഭാവം എന്തായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ്. ഒരുപക്ഷെ പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം. എന്നാൽ എനിക്കിപ്പോൾ വായിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, അല്ലെങ്കിൽ വായിച്ച് തന്നെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ആ ഭാഗം വായിച്ചിട്ട് രണ്ടാമതൊരിക്കൽ കൂടെ ഈ വീഡിയോ കാണുമെങ്കിൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. അവിടെ നാം കാണുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ പ്രതീകമായി നാം കാണുന്നത്, ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നു. അപ്പോൾ നദി എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നദി, അതാണ് പ്രതീകം, സിമ്പിൾ. നദി, റിവർ. ദ റിവർ ഈസ് ദ സിമ്പിൾ. ഈ നദി എന്താണ് ചെയ്യുന്നത്? അത് ഒരിടത്ത് തളം കെട്ടിക്കിടക്കുകയല്ല. തളം കെട്ടിക്കിടക്കുന്നത് നദിയുടെ സ്വഭാവമല്ല, നിങ്ങൾക്കറിയാം. അത് ഒഴുകി 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 ദേവാലയത്തിൽ നിന്ന് ദൂരപ്രദേശത്തേക്ക് പോവുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നദി ദേവാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെങ്കിലും അത് ദേവാലയത്തെ വിട്ട് ദൂരേക്ക് ഒഴുകുമ്പോൾ മാത്രമാണ് അതിന് ആഴം വർദ്ധിക്കുന്നത്. അങ്ങനെ ആഴം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ നദി എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ജീവൻ ഉണർന്നെഴുന്നേൽക്കത്തക്കവണ്ണമുള്ള ശക്തി അത് പ്രകടിപ്പിക്കുന്നത്. wherever this river goes, it kindles new life എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ആധികാരികമായ രൂപം എന്നതുകൊണ്ട് ഞാനത് അല്പം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ആത്മീയ ജീവിതം ഒരു പ്രവാഹമായിരിക്കണം. പ്രാർത്ഥനയിൽ അങ്ങനെ വലിയ പ്രവാഹമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഒരു മൂലയ്ക്ക് ഇരുന്ന് അധരം കൊണ്ട് ചില വാക്കുകൾ ഉച്ചരിക്കുന്നുവെന്നല്ലാതെ അതിൽ ഒരു പ്രവാഹമോ മുൻപോട്ട് പോക്കോ ഒന്നുമില്ല. അതാണ് അതിനകത്തെ സത്യം. നമുക്ക് വേണമെങ്കിൽ ഭാഷ വളച്ചൊടിച്ച് അതാണ് ഇതാണെന്നൊക്കെ പറയാം, പക്ഷേ സത്യം എന്താണ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ അറിയാവുന്ന സത്യങ്ങൾ ദയവായി നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെയുള്ള സത്യങ്ങളെ മുൻനിർത്തിയാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായി നാം കാണുന്ന ഒരു ഒഴുക്കാണ്. നദി എന്ന് പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഇതിന് 2 തരത്തിലുള്ള ഒഴുക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒഴുക്കിൽ 2 തരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇഫക്റ്റുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. 1, ഈ നദി ഒഴുകുന്നിടത്തെല്ലാം ഫലഭൂഷ്ടി ഉണ്ടാകും. 2, ഈ നദി ഒഴുകി അങ്ങ് ചെന്ന് ഒരു കടലിൽ ചെന്ന് നിപതിക്കും. 2 തരത്തിലുള്ള 2 ദിശയിലേക്കുള്ള ഒഴുക്കുകൾ ഒരേ സമയത്ത്. അതാണ് നദി എന്ന് പറയുന്ന ആശയത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതീകത്തിൻ്റെ മനോഹാരിത. ഈ നദി ഒഴുകുന്നത് ഓരോ പുൽച്ചെടിയിലേക്കും ഓരോ വൃക്ഷത്തിലേക്കും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഓരോ മൃഗത്തിൻ്റെ ആമാശയത്തിലേക്കും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വർദ്ധിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും നിരന്തരമായി ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഈ നദി മുൻപോട്ട് ഒഴുകുന്നത് കൊണ്ട് അതങ്ങ് ദൂരെയുള്ള സമുദ്രത്തിൽ നിപതിക്കുകയും ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്നു, ഇങ്ങനെയും ഒഴുകുന്നു. ഇതാണ് ആത്മീയ ജീവിതം എന്നാണ് ഈ ഒരു പ്രതീകത്തിൽ കൂടെ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിലെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തൽ എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഇനിയും പഴയ നിയമത്തിലേതെങ്കിലും പുതിയ നിയമ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന
യേശുവുമായുള്ള സംഭാഷണത്തിൻ്റെ മധ്യേ പ്രസ്താവിച്ചിരിക്കുന്ന 2 കൽപ്പനകൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം എന്താണ്? നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിന് സമം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാനതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിച്ച് ഈ ഒരു വീഡിയോയിൽ സമയം അതിനു വേണ്ടി നീക്കി വയ്ക്കുന്നില്ല, സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2 ദിശയിലേക്കുള്ള ഒഴുക്ക് മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ, കാർഡിനൽ കമാൻഡ്മെൻറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. ഏറ്റവും സുപ്രധാനമായ കൽപ്പന ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. നാം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ കണ്ട ആ ആത്മീയ യാത്രയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമായ നദിയുടെ ഒഴുക്കിൽ 2 തലത്തിലേക്ക് അത് ഒഴുകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നാം എവിടെയും കാണുകയാണ്. ദൈവത്തിലേക്കൊരൊഴുക്ക്, അയൽക്കാരനിലേക്ക് ഒരൊഴുക്ക്. ഇനി പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലേക്കുള്ള ഒഴുക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അത് പൂർണ്ണതയിലേക്കുള്ള പ്രവാഹമാണ്, പൂർണ്ണതയിലേക്കുള്ള പുരോഗതിയാണ്. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും, അതാണല്ലോ ആദ്യത്തെ കൽപ്പന, സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഈ പൂർണ്ണത ഒരിക്കലും പ്രാരംഭഘട്ടത്തിൻ്റെ സ്വഭാവമായിരിക്കുകയില്ല. ആർക്കും പൂർണ്ണതയിൽ ആരംഭിക്കാൻ സാധ്യമല്ല. പൂർണ്ണത പ്രാപിച്ചിട്ട് ആരംഭിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരാരംഭം നടത്തിയിട്ടില്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആരംഭിച്ച് നിരന്തരം പൂർണ്ണത എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടേ ഇരിക്കേണ്ട ജീവൻ്റെ നദിയാണ് നാം ഓരോരുത്തരും. ജീവൻ്റെ നദിയാണ്. അപ്പോൾ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരംഭഘട്ടമല്ല. പിന്നെയോ അനുദിന ജീവിതത്തിൽ ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അത് നിർവഹിക്കുമ്പോൾ അനുസരണത്തിൽ കൂടെ നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. ദൈവസ്നേഹത്തിൽ നമുക്ക് മുതിരുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനുസരണം എല്ലാ യാഗങ്ങളെക്കാളും മേന്മേറിയതാണ്. ദി മോസ്റ്റ് സ്വീറ്റ് സ്മെല്ലിംഗ് സാക്രിഫൈസ് ഇൻ ദി ഐ ഓഫ് ഗാഡ് ഈസ് ഒബീഡിയൻസ്. എൻ്റെ മർമ്മം എന്താണ്? ഈ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്ന അച്ചടക്കത്തിൽ കൂടെ മാത്രമേ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. അനുസരണത്തിൽ കൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും കരുണയും വാത്സല്യവും മഹത്വവും മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ അനുഭവിക്കുന്ന അവസ്ഥകളിലേക്ക് നാം പ്രവേശിക്കുകയും ആ അനുഭവങ്ങളുടെ അത്ഭുതകരമായ വെളിച്ചത്തിൽ നാം ദൈവത്തെ കൂടുതൽ കൂടുതൽ കൂടുതലായി സ്നേഹിക്കുകയും ചെയ്യും. അങ്ങനെ നാം സ്നേഹത്തിൽ മുതിർന്നു വരും. ഇത് ദൈവസ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന, നിശ്ചയമായി നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അതേസമയം ഒരേ അവസ്ഥയിൽ നാളുകൾ പാഴാക്കിക്കളയുകയും അല്പം പോലും വളരാതെ, ആത്മീയ വ്യക്തിത്വത്തിൽ വളരാതെ, പഴഞ്ചൻ കഥകൾ പറഞ്ഞ് ജാമ്പവൻ്റെ കാലത്തെ അവസ്ഥയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം, പുറകോട്ട് നോക്കി ഓടാൻ ഞാൻ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക്
ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുകയില്ല. അവർക്ക് ദേഷ്യം വരും, അവർ തിരിഞ്ഞെന്നെ അപലപിക്കും. അങ്ങനെ അപലപിക്കുന്ന ചിലരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത തിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് അർത്ഥശൂന്യമാണ്, പാഴാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ആ സ്നേഹത്തിൽ നിരന്തരം നാം മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. വി വിൽ ഗ്രോ കണ്ടിന്യൂവലി ഇൻ ലവിങ് ഗാഡ്. അതേസമയം തന്നെ അതാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഉത്ഭവിച്ച് അങ്ങ് കടലിലേക്ക് ഒഴുകുന്ന നദിയുടെ ആഴം നിരന്തരമായി വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആത്മീകമായ പൊരുളിതാണ് എന്ന് ഞാൻ ഈ സമയത്ത് സവിനയം സൂചിപ്പിക്കട്ടെ. ഇത് ആഴ്ചകളോളവും മാസങ്ങളോളവും നമുക്ക് ധ്യാനിക്കുവാൻ പര്യാപ്തമായൊരു വിഷയമാണ്. ഈ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ നമുക്കിടയാകണം. ധ്യാനിക്കുമ്പോൾ സ്വയം പരിശോധനയില്ലെങ്കിൽ ആ ധ്യാനം പാഴാണ് എന്ന് ഈ സമയത്തൊന്ന് ഹ്രസ്വമായി സൂചിപ്പിച്ച്, വിശദീകരിച്ച് പറയേണ്ട വിഷയമാണെങ്കിലും ഹ്രസ്വമായി മാത്രം സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നാം ഇതുവരെ കണ്ടത് നമ്മുടെ ജീവിതം ദൈവഹിതത്തെ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിരന്തരമായി വളരുന്ന ധന്യതയുടെ അനുഭവമായി തീരണം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പ്രവൃത്തിയിൽ കൂടെ മാത്രമേ നമുക്ക് ഈ അനുഭവത്തിൽ പ്രവേശിക്കുവാനും നിലനിൽക്കുവാനും സാധ്യമാകുകയുള്ളൂ. ഈ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ദീർഘമായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ദൈവത്തോട് മല്ലിടുകയും ചെയ്യുന്ന ഈ ഒരു സമീപനത്തെ നിരുത്സാഹപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. യേശു നന്നേ തിരിച്ചറിഞ്ഞിരുന്നു, ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് പുരോഹിതൻ്റെ മേലധികാരത്തിൻ്റെ കീഴിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഐമേനികളുടെ അവസ്ഥ എന്താണ്? പ്രവൃത്തിയൊന്നും ആവശ്യമില്ല, ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാ ക്രമത്തിൽ പങ്കെടുത്തുകൊള്ളൂ, ആരാധനാക്രമം, അതിൽ സക്രമെന്ത്, ഇതിലൊന്നും യാതൊരു പ്രവൃത്തിയുമില്ല, ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല, അറിയുകയും വേണ്ട, അറിയിക്കുകയും വേണ്ട, ചുമതലയില്ല, അധ്വാനമില്ല, ക്ലേശമില്ല, വന്നിരുന്നോളൂ, പോയിക്കോളൂ, നിങ്ങൾക്കൊരാഴ്ചയ്ക്കുള്ള മതപരമായ റാഷൻ എന്നാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ പരിശീലനത്തിൽ തങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വേദപുസ്തകം പറയുന്ന ഈ ആത്മീയ ദർശനത്തെ തിരിച്ചറിയാൻ പോലും സാധ്യമല്ല. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുവാൻ ഞാൻ ഏകദേശം 40 വർഷം ക്ലേശിക്കേണ്ടി വന്നത്? ഇതിന് ഘടകവിരുദ്ധമായ പരിശീലനമാണ് സഭയിൽ നിന്ന് എനിക്ക് പ്രാപിക്കാൻ ഇടയായത് എന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ തിയോളജിക്കൽ സെമിനാറിയിൽ പഠിച്ചപ്പോഴും അതുതന്നെ. സത്യം തിരിച്ചറിയാത്ത വിധത്തിലാണ് ഇവയൊക്കെയും രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച ആ ഭാഗവും ഞാൻ വിടുകയാണ്. അപ്പോൾ പ്രാർത്ഥന, അതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. തീർച്ചയായും യേശു പ്രാർത്ഥിച്ചു. അവൻ വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. യേശു പ്രാർത്ഥിച്ചത് എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യം പ്രാപിപ്പാനല്ല, പിന്നെയോ ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. തന്നെപ്പറ്റിയുള്ള പിതാവിൻ്റെ ഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. അവസാനത്തെ പ്രാർത്ഥന പോലും ഗെത്സമനത്തോട്ടത്തിൽ അതീവമായ ക്ലേശവും വേദനയും സഹിച്ചുകൊണ്ട് അന്തിമമായി യേശു പ്രാർത്ഥിക്കുമ്പോൾ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എന്നാൽ
ചരിത്രം കേട്ട ഏറ്റവും വലിയ എന്നാൽ അതാണ്. എന്നാൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത്. അതാണ് പ്രാർത്ഥന. അപ്പോൾ യേശു പ്രാർത്ഥിച്ചത് മുഴുവനും ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. രണ്ടാമത്, അങ്ങനെ തിരിച്ചറിയുന്ന ദൈവഹിതം ഒരു അക്കാദമികമായ അറിവ് വേണ്ടിയല്ല, പിന്നെയോ അനുസരണത്തിന് വേണ്ടിയാണ്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിക്കുമ്പോൾ ആ അനുസരണത്തിൽ കൂടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് ആഴവും ശക്തിയും വർദ്ധിക്കുന്നു. നമുക്കെന്തുകൊണ്ടാണ് ദൈവത്തോട് സ്നേഹമില്ലാത്തത്? സ്നേഹമുണ്ടെന്നൊക്കെ നമ്മൾ പറയുകയാണ്, അത് നല്ല കല്ല് വെച്ച നുണയാണ്. നാം ദൈവത്തെ അനുസരിക്കുന്ന അനുഭവങ്ങൾ ഉള്ളവരല്ല എങ്കിൽ ഒരിക്കലും സത്യസന്ധമായി ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ആ ഒരു വലിയ വാക്യൂം, ആ ഒരു വലിയ ശൂന്യത നികത്താനായിട്ടുള്ള തത്രപ്പാടാണ്. അതാണ് കാത്തിരിപ്പ് പ്രാർത്ഥന വെക്കുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, പിൽഗ്രിമേജ് നടത്തുന്നു, വലിയ ദാനധർമ്മം ചെയ്യുന്നു, മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കറങ്ങി നിന്ന് കുർബാന നടത്തുന്നു. ഇതൊന്നും ഒരു പ്രയോജനമില്ല. സത്യമായി നിങ്ങൾ ചെയ്തു നോക്കൂ. 50 വർഷം നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കൂ. ഫലം ഒന്നാന്തരം ഒരു കോഴിമുട്ടയായിരിക്കും. 0. കോഴിമുട്ട 0 അല്ല, ക്ഷമിക്കണം, ഞാൻ കോഴികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നല്ല മനോഹരമായ ഒരു പൂജ്യമായിരിക്കും. സംശയിക്കേണ്ട. അത് പറയുമ്പോൾ പലരും ഞെട്ടും, എനിക്കറിയാം. ഞാൻ ഈ വഴിയൊക്കെയും സഞ്ചരിച്ചവനാണ്. അതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ ആധികാരികതയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു മൂലയിലിരുന്ന് ഉറക്കം തൂങ്ങാനല്ല, അർത്ഥശൂന്യമായി നമ്മുടെ ജീവിതം പാഴാക്കാനല്ല, നിഷ്ക്രിയമായിരുന്ന ചിതൽപ്പുറ്റുകളായി മാറിപ്പോകാനല്ല. നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തെ സ്വാധീനിക്കുവാൻ പര്യാപ്തമായ ദൈവപ്രഭയെ, ആത്മാവിൻ്റെ ശക്തിയെ ലോകത്തിന് അനുഭവവേദ്യമാക്കി തീർക്കുവാനുള്ള അതിനുതകുന്ന വ്യക്തിത്വം പ്രാപിപ്പാനാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ഈ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് പ്രാപിക്കാതെ സഭ പറയുന്ന ചില ആചാരക്രമങ്ങളിൽ മാത്രം തങ്ങി നിന്ന് അതിനപ്പുറത്തൊന്നുമില്ല, ദൈവം പോലുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി 100 വർഷം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഫലം ശൂന്യമായിരിക്കും. ദയവായി മനസ്സിലാക്കുക. ഞാൻ ഒരു സഭയോടും വിരോധമുണ്ടായിട്ടല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിടുതൽ ആഗ്രഹമുണ്ടായെങ്കിൽ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായും ഈ അവസ്ഥയിൽ കുടികൊള്ളുന്ന ചില ധാരണകളും ചില പ്രക്രിയകളും അതിജീവിച്ച് മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് ഒരു മുല കുടിക്കുന്ന കുഞ്ഞിന് പോലും അറിയേണ്ട യുക്തിയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വിടാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്ക് രൂപാന്തരം വേണം എന്ന് പറയണമെങ്കിൽ അത് ഭ്രാന്തായിരിക്കണം. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറയാൻ കൊള്ളുന്ന കാര്യമല്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യാസമുള്ള ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ ആ ആത്മീയമായ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭാഗ്യവചനങ്ങളിൽ അതാണ് സൗമ്യത എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചാണ്, ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ എല്ലാ സഭകളും നിലനിൽക്കുന്നത്, നിങ്ങൾ അല്പം പോലും മാറിപ്പോകരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുള്ള വരയിൽ നിന്ന് 1 നാനോമീറ്റർ അങ്ങോട്ട് മാറിപ്പോകരുത്, മുൻപോട്ട് പോകരുത്. മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ശവം പോലും ശവക്കോട്ടയിൽ കുഴിച്ചിടുകയില്ല. ഈ ഒരു നിലപാടാണ്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതുകൊണ്ട് അനേക ലക്ഷം വിശ്വാസികൾ പട്ടുപോയി. ഇതൊരു റിലീജിയസ് മാസ് ജനോസൈഡാണിത്. അത്രമാത്രം ഗാംഭീര്യമുള്ള ഇത് കൂട്ടക്കൊലയാണ്. ദൈവത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്ന കൂട്ടക്കൊലയാണിത്. എത്രയോ ജീവിതങ്ങൾ പട്ടുപോയി. അവർക്ക് സാധിക്കാമായിരുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ അവർ മണ്ണടിഞ്ഞു പോയി.
അതിൻ്റെ വേദന എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് ദയവായി ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കുക, പ്രാർത്ഥന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല ആകരുത്. യേശു പറഞ്ഞു, നിങ്ങൾ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഞാനിതുകൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താൻ പോവുകയാണ്. ആത്മീയതയുടെ ഏറ്റവും പ്രാഥമികമായ പ്രവർത്തന ശക്തി, ദി മോസ്റ്റ് ബേസിക് വർക്കിംഗ് പവർ ഓഫ് സ്പിരിച്വാലിറ്റി അന്വേഷണമാണ്. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 7:7. മത്തായിയുടെ സുവിശേഷം 6:33 നാം കണ്ടു, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക എന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ എന്തുകൊണ്ടാണ് സഭകൾ നിങ്ങൾ മുൻപോട്ടൊരു ചുവട് വെക്കരുതെന്ന് പറയുന്നത്? നിങ്ങൾ മുൻപോട്ട് പോകണമെന്നും നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുരോഗമിക്കണമെന്നും ഏതെങ്കിലും ഒരു സഭയിൽ ഏതെങ്കിലും ഒരു പുരോഗതി ഒരു മെത്രാൻ നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ഒരു സാധ്യതയെ ഭയക്കുന്നവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് അതിന് പകരമായി, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായി പല കാര്യങ്ങളും, തികച്ചും പ്രയോജനരഹിതമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ മതപരമായ ജീവിതം നിറച്ചിരിക്കുകയാണ്. ആ മതപരമായ ജീവിതത്തിൻ്റെ ഭാരം പേര് നിങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ആത്മീയമായ ജീവിതത്തിൻ്റെ വിശാലതയോ വെളിച്ചമോ അറിയുവാനോ പ്രാപിപ്പാനോ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. ജീവിതത്തിൽ ദൈവത്തോട് സ്നേഹം അനുഭവിപ്പാനോ പാലിപ്പാനോ കഴിയാതെ നമ്മുടെ ജീവിതം വിറങ്ങലിച്ചു പോകുന്നു, ഫലശൂന്യമായി പോകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ഫലമുണ്ട്. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ ഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ആത്മീയമായ ഫലം പുറപ്പെടുവിപ്പാനാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്? നാം വിറങ്ങലിച്ച് കഴിയുകയല്ലേ. നമുക്കറിയാം, യേശു ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അയക്കാനായിട്ടാണ് വിളിച്ചത്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്. എന്നാൽ നമ്മുടെ സഭാജീവിതത്തിൽ ഇല്ലാത്ത എന്താണ്? ഈ അയക്കപ്പെട്ട അവസ്ഥ. സഭാജീവിതത്തിൽ ആകെയുള്ളത് ഇങ്ങോട്ട് പോരൂ, ഞങ്ങളുടെ നുകത്തിൻ്റെ കീഴിൽ നിന്നുകൊള്ളൂ. ഇതാണ് നിൻ്റെ അന്തിമ വിശ്രമ സ്ഥലം. ഇതിനപ്പുറത്തോട്ട് നോക്കരുത്, കാണരുത്. യേശു വിളിച്ചതോ അയക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ അവസ്ഥകളിലേക്കും സാധ്യതകളിലേക്കും കടന്നു പോകുക. അതിൻ്റെ ഏറ്റവും ഉദാഹരണവും ഉദാത്തവുമായ ഒരനുഭവമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ യഹോവ വിളിക്കുമ്പോൾ അവൻ അന്നുവരെയും കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ പോയതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാകുന്നത്. നാമോ കണ്ടത് മാത്രം കാണുകയും കേട്ടത് മാത്രം കേൾക്കുകയും അത് മാത്രം യാന്ത്രികമായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഈ നിർജീവവും ശപിക്കപ്പെട്ടതും അർത്ഥശൂന്യവുമായ അനുഭവത്തിൽ പട്ടുപോവുകയല്ലാതെ നമുക്ക് യാതൊരു സാധ്യതയുമില്ല. ഇത് ദൈവഹിതമല്ല. ഈ അവസ്ഥ പൈശാചികമാണ്. ഇത് നിങ്ങളോട് കാണിക്കുന്ന മറ്റാരുമല്ല, നിങ്ങളോട് കാണിക്കുന്ന അപരാധമാണ്. ഇതല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതവും ഈ അവസ്ഥയുമായി പുലബന്ധം പോലുമില്ല എന്ന് കഴിയുന്ന ശക്തി മുഴുവനും ഉപയോഗിച്ച് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ഫോണിൽ വിളിച്ച് ചില ചോദ്യങ്ങൾ, അനേക ചോദ്യങ്ങൾ, അതിലൊന്ന് മാത്രമേ ഞാൻ നമ്മുടെ ഈ ചിന്തയ്ക്ക് ആധാരമെടുത്തുള്ളൂ. അങ്ങനെ ചിന്തകളിൽ എന്നെ ഉണർത്തിയ ആ സഹോദരിയോടുള്ള സ്നേഹവും ആദരവും അറിയിച്ചു കൊള്ളുന്നു. നാം എല്ലാവരും അതുപോലെ ചിന്തിക്കുകയും അന്വേഷിക്കുകയും, എന്നാൽ അന്വേഷണത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന സത്യങ്ങളും സാധ്യതകളും ചുമതലകളും ആചരിക്കാൻ കൂടെയുള്ള ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും നിലനിർത്തുവാനും നാം കൂട്ടാക്കുകയും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ ചുമ്മാതെ കേൾക്കുന്നതും ഒന്നുപോലെയാണ് എന്നും കൂടെ പറയാൻ ഞാൻ നിർബന്ധിതനാണ്. നിങ്ങൾ ഏത് മഹാത്മ്യമായ ആത്മീയ ദർശനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കരവും അതിശയകരവുമായി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ തിരിച്ചറിയാനുള്ള അവസരങ്ങളുണ്ടാകട്ടെ. ആ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ വാതിൽ തുറക്കുവാൻ കൂട്ടാക്കുന്നവരും കൂടെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ സസന്തോഷം തടവില്ലാതെ അനുസ്യൂതം പങ്കെടുക്കുന്ന എവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ കലവറയില്ലാതെ അനുഗ്രഹിക്കട്ടെ.